ഭൂട്ടാനിലൂടെയുള്ള രസകരമായ യാത്രയുടെ അടുത്ത ഭാഗത്തേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് പോകാം. These are all made out of wooden or what? Those are made out of mud and brass. Mud and brass. Oh. മണ്ണും പിച്ചളും ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ പോട്ടുകളാണ്. കറുപ്പ് കളറിൽ കാണുന്നത് ഇറ്റ്സ് ദ കൾച്ചറൽ കിച്ചൺ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോട്ട്സ്. നമ്മുടെ നാട്ടിലെ ഉരുളി പോലെ ഉണ്ട്. ഉരുളി, ചെമ്പ്. Madam, what is the use of this thing? This one? This is just like pounding, no? Pounding. You know the grind. Yes, usually in the olden days, out of chili, we make chili powder by pounding. Yeah, grind ചെയ്യാനുള്ള സംഭവം, ഇടിച്ച് പൊടിക്കാനുള്ള സംഭവം. ഇത് ഭസ്മപ്പെട്ടി വരെയല്ലേ? ഇത് സാച്ച്. ഉപ്പ് വെക്കുന്ന സംഭവമാണ്. Egg has been kept here. കോഴിമുട്ട വെച്ച് തൂക്കിയിടും. നമ്മൾ തൂക്കിയിടുന്ന സംഭവം, ഉറി വെക്കാൻ ഉപയോഗിക്കുന്ന പോലെ കോഴിമുട്ട വെക്കാൻ വേണ്ടി പലതരത്തിലുള്ള ചില്ലി ഉണക്കി കെട്ടി തൂക്കിയിരിക്കുകയാണ്. മുളക്, ആപ്പിൾ എല്ലാം ഡ്രൈ ഐറ്റമാണ്. ഉണക്കിയ സംഭവങ്ങൾ. കൂന്, ആപ്പിള്, ഇതെല്ലാം ആപ്പിളാണ്. വെരിസറൽ ആപ്പിൾസ്, ആപ്പിൾ, ചില്ലി, ചോളം, പലതരത്തിലുള്ള ഫ്രൂട്ട്സും അതുപോലെ തന്നെ വെജിറ്റബിൾസും ഡ്രൈ ആയിട്ട് ഉണക്കി തൂക്കിയിരിക്കണം. ഏണി കണ്ട മൊത്തം തടിയാണ്. ലാഡർ, ട്രഡീഷണൽ ലാഡർ. അതുപോലെ അക്കു കലപ്പകൾ, പരമ്പ്, നമ്മുടെ നാട്ടിലുള്ള തന്നെയാണ്. ഇതിലൂടെ ഇട്ടിട്ട് തിരിപ്പിക്കും. ഇത് വേറൊരു ടൈപ്പ് സംഭവമാണല്ലേ. സിംപ്ലി ഭൂട്ടാനുള്ളിലെ വിവിധ കാഴ്ചകളാണ്. ഇതിലൂടെ പലതരം പൗച്ചുകൾ, പേഴ്സുകൾ. ചോളങ്ങൾ എത്ര മനോഹരമായിട്ട് കെട്ടിത്തൂക്കിക്കാണ് അലങ്കരിച്ചിരിക്കും. പല കളറുള്ള ഫ്ലാഗ്സ് ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് പറയപ്പെടുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് പഞ്ചഭൂത. അതായത് ഇതിലെ ഗ്രീൻ കളർ എന്ന് പറയുന്നത് വാട്ടർ, റെഡ് കളറ് ഫയർ, ദെൻ ബ്ലൂ ഈസ് ഇൻഡിക്കേറ്റിംഗ് ആകാശ, ആൻഡ് വൈറ്റ് ഫോർ എയർ. അങ്ങനെ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന 5 കളർ എല്ലാവരുടെയും തൂക്കിയാണ്. ഈ ഈവിൽ ഫോഴ്സിനെ അകറ്റിയിട്ട് പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭൂട്ടാനീസ് മാത്രമല്ല ടിബറ്റൻ ബുദ്ധിസ്റ്റൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ ചൈനീസ് ഉപയോഗിച്ചിട്ടുള്ള പലതരം മാസ്കുകൾ, ഫോട്ടോസ്. ഹാൻഡിക്യാപ്പ്, ബട്ട് ഹി ഈസ് റൈറ്റിംഗ് ബൈ ഹിസ് ലെഗ്. കാലുകൊണ്ട് റൈറ്റിംഗ് അല്ല, പുള്ളി എന്തോ കാര്യമായിട്ട് ഉണ്ടാക്കാണ് ഉളി കൊണ്ട്. കണ്ടോ? ഭൂട്ടാനിലെ ഒരു പ്രധാന തലസ്ഥാന നഗരമായ തിമ്പുവിലെ ഹിന്ദു ടെമ്പിളാണ് ഈ കാണുന്നത്. ദേവി പഞ്ചായൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഹിന്ദു ക്ഷേത്രമാണ്. ഇവിടെ ഹിന്ദു ട്രസ്റ്റുകൾ എല്ലാം ഉണ്ട്. ഏകദേശം 25% തിമ്പുവിലല്ല, ഭൂട്ടാനിലെ പോപ്പുലേഷൻ ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി രാജാവിൻ്റെ സമ്മതത്തോടു കൂടിയിട്ട് ദേവിയുടെ ക്ഷേത്രം പണി കഴിപ്പിച്ചതാണ്. ഉള്ളിൽ എല്ലാ വിഗ്രഹവും ഉണ്ട്. ശിവൻ്റെ തൊട്ട് പരമശിവൻ്റെ ഉണ്ട്, ഗണപതി, അതിനകത്തുള്ള ഈവൻ അയ്യപ്പൻ്റെ വിഗ്രഹം പോലും ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്.
വളരെ നയനമനോഹരമായ പർവ്വതങ്ങളുടെ അടിയിൽ ഹിന്ദു ക്ഷേത്രം വളരെ നമ്മളെ ആകർഷിക്കുന്നതാണ്. എല്ലാ തരത്തിലും ശിവലിംഗമുണ്ട് ഇവിടെ, ചുറ്റും ദേവന്മാരുടെ കൊത്തുവേലകളുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു യമൻ്റെ വിഗ്രഹം കൂടെയുണ്ട്. അത് വളരെ റെയർ കേസാണ്, കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് കാണാം, ശിവൻ്റെ ചിത്രീകരിച്ചത്. ചുറ്റും പാറ തുറന്ന് വെട്ടിയുണ്ടാക്കിയ പോലെ ഉണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഹിന്ദു ടെമ്പിൾ എന്ന് പറയുമ്പോൾ. ഇവിടെ എല്ലാം ബുദ്ധിസ്റ്റ് കൾച്ചറിൻ്റെ ഇടയ്ക്ക് ഹിന്ദു കൾച്ചർ. ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, അതുകൊണ്ട് ഉള്ളിലെടുക്കാൻ പറ്റുന്നില്ല. മെയിൻ ദേവി ടെമ്പിളാണ്, ദുർഗാദേവിയാണ് ഉള്ളിൽ. ദേവി പഞ്ചായത്ത് എന്ന് പേര് അറിയപ്പെടുന്നത്, ദേവി പഞ്ചായത്ത്. ഈ ബുദ്ധിസ്റ്റ് കൾച്ചർ പറയുന്ന ഒരുപാട് ദീപങ്ങൾ ജ്വലിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ടോ. വളരെ പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് പോസിറ്റീവ് എനർജിയാണ് ഇവിടെ. വളരെ വൃത്തിയായിട്ട് ടെമ്പിളിൻ്റെ പരിസരങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഗാർഡനൊക്കെ ഓടിയിട്ട് ഇവിടെ എല്ലാം മനോഹരമായ റോസാപ്പൂക്കളാൽ ഇവിടെ എല്ലാം നവഗ്രഹങ്ങളുടെയാണ്. ഇൻടാക്റ്റായിട്ട് സ്വാമിനാരായൺ ടെമ്പിളിനോട് വേണമെങ്കിൽ ഉപമിക്കാം. വളരെ മോഡേൺ ടെമ്പിൾ, വളരെ വൃത്തി കീപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ യമൻ്റെ പ്രതിഷ്ഠ. കണ്ട ചുമലിൽ കുത്തി വെച്ചിരിക്കുന്നത് പൂത്തിൻ്റെ പുറത്ത് കയറോട് കൂടിയിട്ട് നമ്മുടെ സങ്കല്പത്തിലെ യമൻ. യമൻ കാലനെ കൺട്രോൾ ചെയ്യുന്ന യമം എന്ന് വെച്ചാൽ കാലം. കേട്ടോ, എനിക്ക് തോന്നുന്നു യമൻ്റെ ഭാര്യ അയക്കുന്നത് 2 തല കാണുന്നുണ്ട്. പുരാണങ്ങളിലെ ഇതൊരു കഥാപാത്രമാണ്. ആടിൻ്റെ പുറത്താണത്. ആടിൻ്റെ പുറത്ത് 2 തലയുള്ളൊരു വിഗ്രഹമാണ്. ചുറ്റും പർവ്വതങ്ങളാൽ നിറഞ്ഞ് ശരിക്കും ഭൂട്ടാനീസ് ശൈലിയിലെ ഹിന്ദു ടെമ്പിൾ. ഇറ്റ്സ് വെരി അട്രാക്റ്റീവ്. മുകളെല്ലാം പണിയിപ്പിച്ച മരങ്ങൾ കൊണ്ടാണ്, തണുപ്പിന് ചെറുക്കാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് തിമ്പുവിൻ്റെ വ്യൂ ആണ്, സൂപ്പർ വ്യൂ ആണ് ഉണ്ടല്ലോ. എല്ലാം ഗ്രീൻ കൊണ്ടുള്ള റൂഫാണ്, എല്ലാം ഗ്രീൻ കൺട്രി. ഏകദേശം 75% ഇവിടുത്തെ ട്രോപ്പോഗ്രഫി എന്ന് പറയുന്നത് കാടാണ്. ഈവൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പോലും പറഞ്ഞിട്ടുണ്ട് 60% കാട് ഉണ്ടാവണമെന്ന്. പക്ഷേ ഇവിടെ ഏകദേശം ഇപ്പോൾ 75% കാടാണെന്നാണ് പറയുന്നത്. വളരെ നയനമനോഹരമായ വ്യൂ ആണ്. എല്ലാം ഗ്രീൻ കൊണ്ടുള്ള റൂഫാണ്, കണ്ടില്ലേ. ചുറ്റും പർവ്വതങ്ങൾ, സ്റ്റെപ്പ് ഫാമിങ്. പർവ്വതങ്ങൾ വേറെ കൃഷി ചെയ്യാനുള്ള മാർഗ്ഗങ്ങളൊന്നുമില്ല. അപ്പോൾ സ്റ്റെപ്പ് ഫാമിങ്ങിലൂടെ അവർ കൃഷിയെല്ലാം ചെയ്യുന്നത്. എല്ലാം കൊണ്ടും ഒരു പീസ്ഫുൾ കൺട്രിയാണ് ഭൂട്ടാൻ, വളരെ പീസ്ഫുൾ കൺട്രി. നേരെ കാണുന്ന ബുദ്ധൻ്റെ സ്റ്റാച്യു ആണ്, ബുദ്ധ പോയിൻറ്റ്. Thank you for watching our video.